ഓം പരാശക്തി നമ. ആദ്യത്തെ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന സമയം. പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹത്തിന് നല്ല ഭാരമുണ്ട്. യുവാക്കളായ 5 ബ്രഹ്മചാരി മക്കൾ വിഗ്രഹം എടുത്തുകൊണ്ടുവന്നു. തൃക്കരം നീട്ടി അമ്മ വിഗ്രഹം ഏറ്റുവാങ്ങി. ധ്യാനനിരതിയായ അമ്മയുടെ തൃക്കരങ്ങളിൽ ഒരു പൂവ് ഇരിക്കുന്ന ലാഘവത്തോടെ ഏകദേശം 20 മിനിറ്റോളം ആ ഭാരമേറിയ വിഗ്രഹം ഇരുന്നു. പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചു. പടമെടുക്കുവാൻ പത്രപ്രവർത്തകർ തയ്യാറായി. അത് കണ്ട് അമ്മ പറഞ്ഞു, ഇപ്പോൾ ആരും ഫോട്ടോ എടുക്കരുത്, അവസരം തരാം. അതോടെ അവരിൽ പലരും പിൻവലിഞ്ഞു. ഒരു ഫോട്ടോഗ്രാഫർ മാത്രം ആരതി ഒഴിയുന്ന ചിത്രം ആരും അറിയാതെ എടുക്കുകയും ചെയ്തു. മറ്റാരും അത് ശ്രദ്ധിച്ചതുപോലുമില്ല. ചടങ്ങുകൾ കഴിഞ്ഞു. അമ്മ മടങ്ങി. ഒരു ദിവസം പടമെടുത്ത ഫോട്ടോഗ്രാഫർ പള്ളിക്കാവിലെത്തി. അദ്ദേഹം ക്ഷമാപണത്തോടെ പറഞ്ഞു, ഞാനന്ന് ആരും അറിയാതെ പടമെടുത്തു. സത്യത്തിൽ അമ്മയെ ധിക്കരിച്ച് ചെയ്തതല്ല. ആ ദിവ്യരംഗം പകർത്താനുള്ള ആവേശം കൊണ്ടായിരുന്നു അന്ന് പടമെടുത്തു പോയത്. വളരെ സന്തോഷത്തോടെ ചിത്രം എടുത്ത് ഞാൻ മടങ്ങി. പക്ഷെ ഫിലിം കഴിയപ്പോൾ അമ്മയുടെ ചിത്രം മാത്രം പതിഞ്ഞിട്ടില്ല. വിഗ്രഹവും കർപ്പൂര ദീപങ്ങളും ചിത്രത്തിൽ കാണുകയും ചെയ്യാം. ഇക്കാര്യം ബ്രഹ്മചാരി മക്കൾ അമ്മയെ അറിയിച്ചു. അമ്മ അരുളി, മക്കളെ, അതാ പടമെടുക്കണ്ട എന്ന് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മ ഒരു പ്രത്യേക തലത്തിലാണ് നിൽക്കുന്നത്. ക്യാമറയിൽ അപ്പോൾ അമ്മയുടെ ഈ രൂപം പതിയെ പോലുമില്ല. മാത്രമല്ല, ആ സമയം അമ്മയ്ക്ക് ചുറ്റിനും സൂക്ഷ്മ ചൈതന്യ സ്വരൂപങ്ങളുമുണ്ട്. അവർക്ക് ഇതൊക്കെ അപ്രീതിക്ക് കാരണമാകും. അത് നല്ലതല്ല. അതാണ് അമ്മ വിലക്കിയത്. നമഃശിവായ. മഹസന്നിധിയിൽ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ അനുസരിക്കുക തന്നെ വേണം. ദിവ്യതലങ്ങളിൽ നടക്കുന്നത് വിവരിക്കാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. അത്തരം സ്ഥാനങ്ങളിൽ കാണിക്കുന്ന അനുസരണക്കേട് ക്ലേശങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയായിരിക്കും. അമ്മയുടെ സന്നിധിയിൽ തികഞ്ഞ ജാഗ്രതയോടെ പെരുമാറാൻ നമുക്ക് സാധിക്കട്ടെ.